നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റിന്റെ പേരിൽ കണ്ണൂർ സ്വദേശിക്ക് നഷ്ടമായത് 10 ലക്ഷം രൂപ. UAE തട്ടിപ്പിന് തലവെച്ചുകൊടുത്ത മലയാളികൾ. മസ്കത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വീണ്ടും റദ്ദാക്കി. പ്രവാസികൾക്ക് തിരിച്ചടി. വർക്ക് പെർമിറ്റ് ഫീസ് കൂട്ടി കുവൈത്ത്. കോഴിക്കോട് വിമാനത്താവളത്തെ കൈവിട്ട എയർ ഇന്ത്യ. പ്രവാസികൾക്കും വ്യാപാരികൾക്കും തിരിച്ചടി. പ്രവാസി സാമൂഹിക പ്രവർത്തകൻ നാട്ടിൽ നിര്യാതനായി. ഓർമ്മ സാഹിത്യ പുരസ്കാര ജേതാക്കൾ. 5ാം പനി. അബുദാബിയിൽ കുത്തിവെപ്പ് ക്യാമ്പയിൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റിന്റെ പേരിൽ കണ്ണൂർ സ്വദേശിക്ക് നഷ്ടമായത് 10 ലക്ഷം രൂപ. UAE തട്ടിപ്പിന് തലവെച്ചുകൊടുത്ത മലയാളികൾ. സൈബർ തട്ടിപ്പിൽ കുടുങ്ങുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയാണ് ഇതിന് കാരണം. കുറഞ്ഞ നിരക്കിൽ ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പ് ടിക്കറ്റ് വാഗ്ദാനത്തിൽ ആകൃഷ്ടനായ മലയാളിക്ക് നഷ്ടപ്പെട്ടത് 10 ലക്ഷത്തിലേറെ രൂപയും. ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പ് ടിക്കറ്റിന്റെ ആദായ വിൽപ്പന പരസ്യമാണ് കണ്ണൂർ സ്വദേശിയെ കുടുക്കിയത്. 2 ടിക്കറ്റിന് ഒരെണ്ണത്തിന്റെ തുക നൽകിയാൽ മതിയെന്നായിരുന്നു വാഗ്ദാനം. ആനുകൂല്യം കുറഞ്ഞ സമയത്തേക്കാണെന്നും താൽപര്യമുണ്ടെങ്കിൽ ഉടൻ വാങ്ങണമെന്നും അറിയിച്ചതോടെ അവർ അയച്ചുകൊടുത്ത വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിച്ച് 2 ടിക്കറ്റ് വാങ്ങി. ഡെബിറ്റ് കാർഡും നമ്പറും CCV നമ്പറും OTPയും നൽകി പണമടച്ചു. പിന്നീട് ഏതാനും ദിവസത്തിന് ശേഷം ലഭിച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ട യുവാവ് ഞെട്ടി. 3 തവണയായി 10,000, 15,000, 20,000 എന്നിങ്ങനെ മൊത്തം 45,000 ദിർഹം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ 3 ഇടപാടുകളും താൻ നടത്തിയതല്ലെന്ന് കാണിച്ച് ബാങ്കിൽ പരാതി നൽകി. ഓൺലൈൻ നടത്തുന്നതിന് മുൻപ് സുരക്ഷിത വെബ്സൈറ്റ് ആണോ എന്ന് ഉറപ്പാക്കിയ ശേഷമേ വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ നൽകാവൂ. വ്യാജ ലിങ്കുകളിൽ രേഖപ്പെടുത്തുന്ന ക്രെഡിറ്റ്, ഡെബിറ്റ് നമ്പർ, CCV നമ്പർ, OTP തുടങ്ങി വ്യക്തിഗത അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കുന്ന സംഘം അക്കൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പണം തട്ടുകയാണ് പതിവ്. തട്ടിപ്പു സംഘം ഫോൺ ഹാക്ക് ചെയ്യുകയോ ബാങ്കിലെ നമ്പർ മാറ്റുകയോ ചെയ്യുന്നതിനാൽ പിന്നീട് നടക്കുന്ന ബാങ്ക് ഇടപാട് വ്യക്തി അറിയില്ല. അതിനാൽ ഓൺലൈനിൽ ഏതൊരു ഇടപാട് നടത്തുമ്പോഴും ആവർത്തിച്ച് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. മസ്കത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വീണ്ടും റദ്ദാക്കി. പ്രവാസികൾക്ക് തിരിച്ചടി. മസ്കറ്റ് വിവിധ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വീണ്ടും റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ജൂൺ ആദ്യവാരത്തിലുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ച ട്രാവൽ ഏജന്റുമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർക്കുലർ അയച്ചു. അവധിക്കാലത്ത് നാടണയുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തുടർച്ചയായ സർവീസ് റദ്ദാക്കലുകൾ. ജൂൺ 2, 4, 6 തീയതികളിലെ കോഴിക്കോട് മസ്കത്ത് സർവീസുകൾ, ജൂൺ 3, 5, 7 തീയതികളിലെ മസ്കത്ത് കോഴിക്കോട് സർവീസുകൾ, ജൂൺ 3, 5, 7 തീയതികളിലെ കണ്ണൂർ മസ്കത്ത് കണ്ണൂർ സർവീസുകൾ, ജൂൺ 1, 3, 5, 7 തീയതികളിലെ തിരുവനന്തപുരം മസ്കത്ത് തിരുവനന്തപുരം സർവീസുകൾ എന്നിവയാണ് റദ്ദാക്കിയത്. മെയ് 29, 31 തീയതികളിലെ കോഴിക്കോട് മസ്കത്ത് സർവീസുകളും മെയ് 30, ജൂൺ 1 തീയതികളിലെ മസ്കത്ത് കോഴിക്കോട് സർവീസുകളും നേരത്തെ റദ്ദാക്കിയിരുന്നു. മെയ് 30-നുള്ള തിരുവനന്തപുരം മസ്കത്ത് തിരുവനന്തപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 31-നുള്ള കണ്ണൂർ മസ്കത്ത് കണ്ണൂർ വിമാനവും സർവീസ് നടത്തില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. വർക്ക് പെർമിറ്റ് ഫീസ് കൂട്ടി കുവൈത്ത്. കുവൈത്തിൽ പുതിയ വർക്ക് പെർമിറ്റ് ഫീസ് 10 ദിനാറിൽ നിന്ന് 150 ദിനാറാക്കി വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് ജൂൺ 1-ന് പ്രാബല്യത്തിൽ വരും. 1-ാം തീയതി മുതൽ വിദേശ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാനിരിക്കെയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. മലയാളികളുടേതുൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് തീരുമാനം. ജോലി മാറുന്നതിന് 300 ദിനാർ ഈടാക്കുമെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. കുവൈത്തിലെത്തി 3 വർഷത്തിനകം ജോലി മാറുന്നവരോടാണ് ഫീസ് ഈടാക്കുക. നിലവിലെ സ്പോൺസറുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ ജോലിമാറ്റം അനുവദിക്കൂ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കോഴിക്കോട് വിമാനത്താവളത്തെ കൈവിട്ട എയർ ഇന്ത്യ. പ്രവാസികൾക്കും വ്യാപാരികൾക്കും തിരിച്ചടി. കരിപ്പൂർ ശേഷിക്കുന്ന മുംബൈ സർവീസും നിർത്തി എയർ ഇന്ത്യ കോഴിക്കോട് വിമാനത്താവളത്തെ കൈവിടുന്നു.
1988 കോഴിക്കോട് വിമാനത്താവളത്തിന്റെ തുടക്കത്തിലെ ആരംഭിച്ച 36 വർഷമായി തുടരുന്ന മുംബൈ സർവീസാണ് നിർത്തുന്നത്. ഇതോടെ എയർ ഇന്ത്യ പൂർണ്ണമായും കരിപ്പൂർ വിടും. ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മാത്രമാകും ഇവിടെ ഉണ്ടാവുക. ഇത് സംബന്ധിച്ച എയർ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ജൂൺ 14 വരെ മാത്രമാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളത്. എയർ ഇന്ത്യ നേരത്തെ ഡൽഹി സർവീസ് നിർത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ദുബായ്, ഷാർജ സർവീസുകളും നിർത്തി. കോഴിക്കോടുമായി ബന്ധമുള്ള ശേഷിക്കുന്ന സർവീസ് മുംബൈ മാത്രമാണ്. എയർ ഇന്ത്യ നിർത്തുന്ന സർവീസുകൾക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആരംഭിച്ചിട്ടില്ല. എയർ ഇന്ത്യ നിർത്തുന്നതോടെ ജൂൺ 15 മുതൽ കോഴിക്കോട് മുംബൈ സെക്ടറിൽ നേരിട്ടുള്ള സർവീസ് ഇൻഡിഗോയുടേത് മാത്രമാകും. മുംബൈയിലെത്തി വിവിധ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രവാസികളും വ്യാപാരികളും ഏറെയുണ്ട്. എയർ ഇന്ത്യയുടെ പിന്മാറ്റം അവർക്ക് തിരിച്ചടിയാകും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കോഴിക്കോട്. പ്രവാസി സാമൂഹിക പ്രവർത്തകൻ നാട്ടിൽ നിര്യാതനായി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക പ്രവർത്തകൻ നാട്ടിൽ നിര്യാതനായി. ജുബൈലിലെ നവോദയ സാംസ്കാരിക വേദി സ്ഥാപക നേതാക്കളിൽ ഒരാളും സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന കണ്ണൂർ താഴേച്ചുവ സ്വദേശി പ്രേംരാജാണ് മരിച്ചത്. 3 പതിറ്റാണ്ടിലേറെ ജുബൈലിൽ നിറഞ്ഞുനിന്ന പ്രേംരാജ് അസുഖബാധയെ തുടർന്ന് മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നവോദയ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം, രക്ഷാധികാരി, ജുബൈൽ വെൽഫെയർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ജുബൈലിലെ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. കോവിഡ് കാലം വരെ കുടുംബസമേതം ജുബൈലിൽ മലയാളികൾക്കിടയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. ഇന്ത്യൻ സ്കൂൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും പൊതു സാംസ്കാരിക വേദികളിൽ എല്ലാവർക്കും സുപരിചിതനുമായിരുന്ന പ്രേംരാജിന്റെ വിയോഗം ജുബൈൽ നിവാസികളെ ഏറെ സങ്കടത്തിലാഴ്ത്തി. കണ്ണൂർ ചേളാരി സ്വദേശിയായ പ്രേംരാജ് താഴേച്ചുവ മാണിക്കര വീട്ടിലായിരുന്നു ഇപ്പോൾ താമസം. ഭാര്യ ടീന, മകൾ പ്രിന്ന, മകൻ പ്രസിൻ. ജുബൈലിൽ ബിസിനസ് ചെയ്യുന്നു. മരുമകൾ വിബിഷ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ഓർമ്മ സാഹിത്യ പുരസ്കാര ജേതാക്കൾ. ദുബായ് സാംസ്കാരിക സംഘടനയായ ഓർമ്മ ഏർപ്പെടുത്തിയ ബോസ് കുഞ്ചേരി സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കഥാവിഭാഗത്തിൽ CK പ്രശാന്തിന്റെ ഏഴിരവും, കവിതാ വിഭാഗത്തിൽ ലിനീഷ് ചെഞ്ചേരിയുടെ ഗോൾസൂക്കും അവാർഡ് നേടി. കഥാവിഭാഗത്തിൽ ഹുസ്ന റാഫിയുടെ ചുഴലിക്കൂവയും, കവിതയിൽ MO രഘുനാഥിന്റെ പേരുമാറ്റത്തിന്റെ ദേശഭാഷാ പര്യായങ്ങളും 2ാം സ്ഥാനം നേടി. കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ കോവിഡ് ബാധിച്ചു മരിച്ച ബോസ് കുഞ്ചേരി ഓർമ്മയ്ക്കായാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ജൂൺ 1-2 തീയതികളിൽ ദുബായ് ഫോക്ലോർ അക്കാദമിയിൽ നടക്കുന്ന ഓർമ്മ സാഹിത്യോത്സവത്തിൽ അവാർഡ് സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. 5ാം പനി അബുദാബിയിൽ കുത്തിവെപ്പ് ക്യാമ്പയിൻ. 5ാം പനിക്കെതിരായ സൗജന്യ കുത്തിവെപ്പ് അബുദാബിയിൽ ആരംഭിച്ചു. 1 മുതൽ 5 വയസ്സുകാർക്കാണ് കുത്തിവെപ്പ്. ആഗോളതലത്തിൽ 5ാം പനി പടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്ററിന് കീഴിലുള്ള എമിറേറ്റിലെ ഹെൽത്ത് കെയറിൽ എത്തിയാണ് സൗജന്യ കുത്തിവെപ്പ്. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികൾക്ക് 5ാം പനി പിടിക്കുമെങ്കിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുക. 3 ആഴ്ചത്തേക്കാണ് വാക്സിൻ ക്യാമ്പയിൻ. അബുദാബി, അല്ലൈൻ, അൽ ദഫ്ര എന്നിവിടങ്ങളിലെ 58 പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ ലഭ്യമാണ്. ദേശീയ വാക്സിൻ പദ്ധതിയിൽ നിലവിൽ 5ാം പനിക്ക് 2 ഡോസ് വാക്സിൻ നൽകുന്നു. ആദ്യ ഡോസ് 12ാം മാസത്തിലും രണ്ടാമത്തേത് 18ാം മാസത്തിലുമാണ് നൽകുന്നത്. പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് അധിക ഡോസ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAE ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.